സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇക്കുറി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. നേമം മുമ്പ് BJP ആദ്യമായിട്ട് അക്കൗണ്ട് തുറന്ന കേരള നിയമസഭയിൽ താമര വിരിയിച്ച മണ്ഡലം കൂടിയാണ് നേമം. ആ നേമത്ത് ഇക്കുറി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്ന ഒരു പ്രചാരണമാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ഒരു പറച്ചിൽ ഇവിടെ ഉണ്ട്. ഇപ്പോൾ NDAയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് ചെയർമാനും കാമരാജ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ താങ്കൾക്ക് ഈ വിഷയത്തിൽ നേമം എന്താണ് ഇപ്പോഴും നേമത്തെ സാഹചര്യം? കഴിഞ്ഞ തവണ ശ്രീ കുമ്മനം രാജശേഖരൻ മത്സരിച്ച് ചെറിയൊരു വോട്ടിന് അവിടെ തോറ്റുപോയി, അതായത് മണ്ഡലം കൈവിട്ടുപോയി. K മുരളീധരൻ അവിടെ വന്ന് മത്സരിച്ചതാണ് BJPക്ക് വലിയ അടിയായത്. അന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വെല്ലുവിളിച്ചു അക്കൗണ്ട് പൂട്ടിക്കുമെന്ന്. അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു. ആ പൂട്ടിച്ച അക്കൗണ്ട് ഇക്കുറി തുറക്കാനാകുമോ രാജീവ് ചന്ദ്രശേഖറിലൂടെ? എന്താണ് NDAയുടെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ വിലയിരുത്തൽ എന്താണ്? നിയമത്തിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിങ്ങനെ വന്നപ്പോൾ തന്നെ മണ്ഡലം പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അത്തരത്തിൽ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. നല്ലൊരു കാൻഡിഡേറ്റ് നമുക്ക് കിട്ടി, ഇത്തവണ അത് ജയിപ്പിച്ചെടുക്കണം എന്ന്. അപ്പോൾ കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ പ്രാവശ്യം തോറ്റു. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അതിനു മുമ്പിൽ ജയിച്ച രാജഗോപാലിന് നിയമത്തെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആരോഗ്യ പ്രശ്നമൊക്കെ കാണും, പ്രായം ഒരു ഘടകമാണ്. എന്തൊക്കെ തന്നെ ആയിരുന്നാലും പ്രായമൊക്കെ ആണെങ്കിലും മത്സരിക്കാൻ ജനങ്ങളുടെ അടുത്ത് ചെന്ന് വോട്ട് ചോദിച്ച സമയത്ത് ജനങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ അവിടെ നടന്നില്ല എന്നുള്ളൊരു സത്യമുണ്ട്. അതുകൊണ്ട് കുമ്മനത്തിൻ്റെത് രണ്ടാമത്തത് കുമ്മനത്തിൻ്റെ പരാജയമായിട്ട് ഞാൻ കൂട്ടില്ല. അതിനു മുമ്പിൽ ജയിച്ച ആളിൻ്റെ പ്രവർത്തനക്കുറവാണ് അടുത്ത സ്ഥാനാർത്ഥി തോക്കാനുണ്ടായ കാരണം. ഇപ്പോഴതല്ല സാഹചര്യം. ഇപ്പോൾ കോർപ്പറേഷൻ ആര് ഭരിക്കുന്നു? ഇപ്പോൾ ഇന്നലെയൊക്കെ പ്രധാനമന്ത്രി നേരിട്ട് പശ്ചിമ ബംഗാളിൽ, ബീഹാർ എവിടെയൊക്കെ പ്രസംഗിക്കുന്നു, ആസാമിൽ ഒക്കെ സംസാരിക്കുന്നത് ഉദാഹരണം ഇതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും വിജയിക്കില്ല എന്ന് കരുതിയ തിരുവനന്തപുരത്ത് BJPയുടെ ഭരണം, നഗരസഭാ ഭരണം വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യ മുഴുവൻ അറിയുന്ന മാതൃകാപരമായിട്ടുള്ള വലിയ ഒരാൾ നിയമത്തിന് കിട്ടാൻ പോകുന്നതാണ്. പ്രധാനമന്ത്രി 23-ാം തീയതി വരണത് വെറും കൈയോടല്ല. അന്ന് തന്നെ 5-6 ട്രെയിൻ തന്നെ ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. 6 ട്രെയിനുകൾ. അതേപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് വിജയിച്ച കോർപ്പറേഷനുകളുടെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് വലിയ ഒരു ബ്ലൂ പ്രിൻ്റ് തന്നെ ഇവിടെ അവതരിപ്പിക്കും. വികസന പദ്ധതികളുടെ ആ പദ്ധതികൾ ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ? അതിൽ ഈ നിയമമണ്ഡലത്തിലെ 19ഓളം കൗൺസിലർമാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ നിയമമല്ല ഇപ്പോഴത്തെ നിയമം. അതായത് 2021 നിയമമല്ല 26 നിയമം അല്ല. അതായത് 26 നിയമം പരിപൂർണമായിട്ടും BJPയുടെ NDAയുടെ കൈകൾക്കുള്ളിലാണ് എന്ന് പറയാം. ഇത് ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്തിട്ട് NDA മുന്നണി തന്നെ ഒന്നിച്ച് രംഗത്ത് വന്നാലും രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതായത് അങ്ങ് പറയുന്നത് LDF UDF എന്നുള്ള സംവിധാനം മാറിയിട്ട് ഇന്ത്യ സഖ്യം അവിടെ മത്സരിച്ചാൽ പോലും രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തും. 100% ജയിക്കും. അതായത് മണ്ഡലത്തിലെ 50%-ലധികം വോട്ട് അദ്ദേഹത്തിന് കിട്ടും എന്നാണ് അങ്ങയുടെ ഉറച്ച വിശ്വാസം. ഇപ്പോഴേ ഉണ്ടത്. ഇതിൽ ആർക്കും അദ്ദേഹത്തിനെ കൗണ്ടർ ചെയ്ത ഒരു സ്ഥാനാർത്ഥി ഇറക്കാൻ ഒക്കില്ല. ഇപ്പം കോൺഗ്രസ് പൊതുവെ പറയണത് ഔദ്യോഗികം അല്ലെങ്കിലും ശശി തരൂരിനെ അവിടെ മത്സരിക്കും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ശശി തരൂരാണല്ലോ. പാർലമെന്റിൽ രാജീവ് ഗാന്ധി അവർ ഒന്നിച്ചാണല്ലോ മത്സരിച്ചത്. അപ്പോഴേ 20,000 വോട്ടിന്റെ കുറവ് വന്നില്ലേ? 19,000 ചില്ലുവാന വോട്ട്. അപ്പോൾ അതേ ആള് തന്നെ വീണ്ടും മത്സരിക്കാൻ വരുമെന്ന് പറയുമ്പോൾ ജനങ്ങൾ അപ്പോഴേ പറയില്ലേ, ഇതിപ്പോഴും ഞങ്ങൾ വോട്ടിട്ട് 20,000 വോട്ട് കുറവുള്ളടത്ത് വീണ്ടും വന്നിരിക്കുന്നു. ഇതിനപ്പുറം ഒരു സ്ഥാനാർത്ഥി അവർക്ക് പറയാനുമില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ആരെയാണ് അവതരിപ്പിക്കുന്നതെന്ന് അറിയാൻ നോക്കില്ല. എന്ത് തന്നെയായാലും അവർ തമ്മിൽ യോജിക്കും. അവർ തമ്മിൽ യോജിപ്പിച്ച് നിയമം പാർട്ടിയുടെ പ്രസിഡന്റ് കൂടിയായാൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താനുള്ള പരിശ്രമം അവർ ആരംഭിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അവർ ഒരു ഇന്ത്യ മുന്നണി ആയാൽ പോലും
അവിടെ ബാധിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനം താഴെത്തട്ട് തുടങ്ങി. ഇത് പത്രക്കാർക്ക് കാണാൻ കഴിയില്ല. ഇന്നലെ ഞാൻ ചാനൽ നോക്കിയപ്പോൾ CPM-ന്റെ ഭവന സന്ദർശനം, കൊല്ലത്ത് 3 പേര് പോണതിന് വലിയ വാർത്ത, കോട്ടയത്ത് പോണ വാർത്ത, ഇതല്ല. ഇതിനേക്കാൾ വലിയ സന്ദർശനം നേമത്തും വട്ടിയൂർക്കാവും ഈ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിലും ഒക്കെ നടക്കുന്നു. ഒരു വാട്സപ്പ് ചാനലിൽ പോലും ഇല്ല. അടിസ്ഥാനപരമായ ജോലി കറക്റ്റായിട്ട് നിർവഹിക്കുന്നു. അമിത ആവേശം വേണ്ടെന്ന് അമിത്ഷാ ഉൾപ്പെടെ പറഞ്ഞു. അമിത ആവേശം ആപത്തുണ്ടാക്കും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ചെയ്യണം. അത് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയത് ജനുവരി 1-ാം തീയതി തന്നെ BJP ഫുൾ ടൈമേഴ്സിനെ നിയോഗിച്ചു കഴിഞ്ഞു A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക്. അവരുടെ പ്രവർത്തനം കൃത്യമായി ജനുവരി 1-ന് ആരംഭിക്കുകയും അത് വളരെ വേഗത്തിൽ പുരോഗതി കൈവരിക്കുകയും ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട്. അതെല്ലാം വളരെ സത്യമാണ്. വളരെ വളരെ മുന്നേ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നിയമമണ്ഡലത്തിലെ ഒരു 18 വയസ്സ് ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാൽ അവിടെ സ്ഥാനാർത്ഥി ആര്? അത് രാജീവ് ചന്ദ്രശേഖർ. കാട്ടാക്കട സ്ഥാനാർത്ഥി ആര്? അത് കൃഷ്ണദാസ്. കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി ആര്? അത് വി മുരളീധരൻ. ഇങ്ങനെ എല്ലാ അടുക്കളക്കകത്ത് ഈ പേരെത്തി. മുമ്പൊക്കെ BJP ഇലക്ഷൻ നേരിടുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ 15-20 ദിവസം ആ സ്ഥാനാർത്ഥിയുടെ മുഖവും അവരുടെ പേരും കാര്യങ്ങളും അവതരിപ്പിക്കാനാണ് സമയം. ഇപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. ഇത് 6 മാസം മുമ്പേ ഈ സ്ഥാനാർത്ഥികളെ അടുക്കളയിലിരിക്കുന്ന സ്ത്രീകൾ വരെ ചർച്ച ചെയ്യുന്നു. ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചില്ല, അത് ഡൽഹിയിൽ നിന്നല്ലേ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇപ്പോഴേ ജനങ്ങൾ ഏകദേശം സ്ഥാനാർത്ഥിയെ കാണുന്നു, സ്ഥാനാർത്ഥികൾ അവരെ കാണുന്നു, അവരുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നു. ജനകീയമായ സ്ഥാനാർത്ഥികൾ നിരവധി കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ശരിക്കും BJP-യും NDA-യും തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ജനുവരി 1-ന് അതിന് മുമ്പേ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ജനുവരി 1 അതിൻ്റെ ഫുൾ ടൈമറൊക്കെ വന്നതാണ്. അതിന് മുമ്പ് തന്നെ അതിൻ്റെ ആ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഇപ്പോൾ നിയമമണ്ഡലത്തിൽ 19 കൗൺസിലർ ഇപ്പോൾ ഇവിടെ ഭരണത്തിലുള്ളതാണ്. ഞാൻ നമുക്ക് നിയമത്തേക്ക് തിരിച്ചു വരാം. നിയമത്തെക്കുറിച്ചൊരു പ്രധാനപ്പെട്ട ഒരു പൊതുവെ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം, അവിടെ നമ്മൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് 2011 മുതൽ നമ്മളത് കാണുന്ന കാഴ്ചയാണ്. അവിടെ ഈ SDPI പോപ്പുലർ ഫ്രണ്ട് അവർക്ക് ഏതാണ്ട് 10,000 വോട്ട് ആ മണ്ഡലത്തിൽ ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമുക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. പക്ഷേ 2011 O രാജഗോപാലിനെ അവർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞു. എന്നാൽ 2016 O രാജഗോപാലിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. പക്ഷേ 2021 വീണ്ടും നമ്മുടെ കുമ്മനം രാജശേഖരൻ അവിടെ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവരന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്തു, ഞങ്ങളുടെ 10,000 വോട്ട് ചോദിച്ചില്ലെങ്കിൽ കൂടി ഞങ്ങൾ LDF-ന് CPM-ന് കൊടുക്കും, ശിവൻകുട്ടിക്ക് കൊടുക്കും എന്നവർ പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അവർ ചെയ്തതായിട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം അവകാശപ്പെടുകയും ചെയ്തു. ഈ ഒരു വെല്ലുവിളി ഇത്തവണയും ഉണ്ടാകില്ലേ? അത് മറികടക്കാൻ ഈ 10,000 വോട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയല്ല. അത് മറികടക്കാൻ NDA-യുടെ ക്യാമ്പിൽ എന്തൊക്കെ തന്ത്രങ്ങളായിരിക്കും ഒരുക്കുക? തന്ത്രങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത് തന്ത്രങ്ങളുണ്ട് ഇലക്ഷനിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് 10,000 വോട്ടിനെ കുമ്മനത്തിനെയൊക്കെ തോൽപ്പിച്ചത് SDPI ആണെന്ന് പറയുന്നതൊക്കെ ശുദ്ധ കള്ളമാണ്. കുമ്മനം തോക്കാനുണ്ടായ ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിനു മുമ്പേ ജയിച്ച സ്ഥാനാർത്ഥികളുടെ വീഴ്ചയുണ്ട്, ഞാൻ സ്വയം സമ്മതിക്കുകയില്ലേ. ആ വീഴ്ചയാണ് അത് SDPIക്കാർ ഞങ്ങളാണ് ഇരുന്നങ്ങ് തീർത്തു എന്ന് പറഞ്ഞാൽ അവരൊന്നും പറഞ്ഞാൽ അങ്ങനെ മുഴുവൻ മുസ്ലിങ്ങളും കേൾക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു. അതിലും 10-20% ആളുകൾ വികസനം ആഗ്രഹിക്കുന്നില്ലേ? അവരിവിടെ താമസിക്കുന്നവരല്ലേ? അവരുടെ വീടുകൾ ഒരു വികസനം എത്തുന്ന വലിയൊരു പ്രക്രിയയിൽ അവർ പങ്കാളിയാവില്ലേ? എനിക്കറിയാമല്ലോ പങ്കാളിയായത്. ഇവിടെ കാട്ടാക്കട ഒരു സ്ഥലത്ത് അവർ മാത്രമുള്ള സ്ഥലത്ത് താമരയ്ക്ക് 1-ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. SDPI ഉള്ള സ്ഥലം തന്നെ. അങ്ങനെ SDPI ഒരു വിഭാഗം ആളുകളുണ്ട് എന്ന് തീവ്രമായിട്ടൊക്കെ ചിന്തിക്കുന്നെങ്കിലും ആ വിഭാഗത്തിലെ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള നല്ല ആളുകൾ ഇവിടെ വികസനം വേണം, എൻ്റെ വീട്ടിൽ നല്ല രീതിയിൽ വെള്ളം വേണം, എൻ്റെ വീട്ടിൽ ചവറും ചപ്പും ഒന്നും കൂട്ടി കിടക്കാൻ പാടില്ല, തെരുവിലെ പട്ടി വന്ന് വീട്ടുകടയിൽ കിടക്കരുത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളല്ലേ അവരും. അതുകൊണ്ട് അവർ വിചാരിച്ച് തോപ്പിച്ച് കളയും എന്നുള്ളൊരു തോന്നലൊന്നും BJP ശ്രദ്ധിച്ചിട്ടേ ഇല്ല, ശ്രദ്ധിക്കേണ്ട ആവശ്യവുമില്ല. അതൊരു ഭീഷണിയല്ല. അല്ല ഒന്നുമല്ല. ഈ പൊതുവെ നമ്മൾ കേൾക്കുന്ന നേമത്ത് കോൺഗ്രസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു 2001 ശേഷം, അന്നത്തെ മണ്ഡലമല്ല ഇന്നത്തെ മണ്ഡലം, 2006 ശേഷം മണ്ഡല പുനർനിർണയം നടന്നു. എങ്കിലും നമുക്ക് ആ പ്രദേശം മൊത്തം എടുത്തു നോക്കിയാൽ അവിടെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് അഥവാ UDF ദുർബലമായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2011 ചാരുപാറ രവി മത്സരിച്ച് ഏതാണ്ട് 25,000-26,000 വോട്ട് നേടി 3-ാം സ്ഥാനത്തായി.
2016 സുരേന്ദ്രൻപിള്ള മത്സരിച്ച് വെറും 12,000 താഴെ വോട്ട് നേടി അദ്ദേഹം ഭീകരമായ തോൽവി അവിടെ ഏറ്റുവാങ്ങി. പിന്നീട് 2021 സാക്ഷാൽ കെ മുരളീധരൻ, ലീഡർ കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ അവിടെ വരികയും അത് 36,000 വോട്ടായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ചോദ്യം, നേമത്ത് ശരിക്കും അങ്ങ് ഇന്ത്യ മുന്നണിയുടെ കാര്യം പറഞ്ഞെങ്കിലും ആരാണ് നേമത്ത് BJPയുടെ NDAയുടെ പൊതു ശത്രു? അത് LDF ആണോ UDF ആണോ? അല്ലേ, അവിടെ UDFനെ സംബന്ധിച്ച് 3-ാം സ്ഥാനമുള്ളൊരു കക്ഷിയാണ്. LDF കുറച്ചുകൂടി കള്ളം പറഞ്ഞൊക്കെ വർക്ക് ചെയ്ത് മുമ്പോട്ട് പോവും. പക്ഷേ ഇവരൊക്കെ രണ്ടുപേരുടെ മനസ്സിൽ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, BJP വരരുത്, അതായത് NDA ജയിക്കരുത്. അത് NDA മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം. പക്ഷേ നേമത്തിലെ ജനങ്ങളുടെ മനസ്സ് NDAക്കൊപ്പമാണ്, സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. ആ മനസ്സിനി മാറ്റാൻ കഴിയുമെന്നുള്ളത് തോന്നുന്നില്ല. ജനങ്ങൾ പൂർണ്ണമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള ആ പേര് തന്നെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നിയമമണ്ഡലം. അതിൻ്റെ അവസരം നോക്കിയിരിക്കുകയാണ്. അവസരത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. തീർച്ചയായിട്ടും നമ്മൾ കാണാത്ത മറ്റൊരു ശക്തി കൂടി നേമത്തുണ്ട്. BJPയുടെ ഈ 19 കൗൺസിലർമാരുടെ വിജയം ഒരർത്ഥത്തിൽ ആ ഒരു ശക്തിയുടെ കൂടി ശ്രമഫലമായിട്ടാണ് എന്ന് പറയേണ്ടി വരും. അത് മറ്റൊന്നുമല്ല, RSS ആണ്. അപ്പോൾ ഈ RSSൻ്റെ ഒരു മിഷനറി കൂടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ നേമത്ത് കഴിഞ്ഞ തവണ കൈവിട്ട വിജയം ഇക്കുറി ഉറപ്പായിട്ടും തിരിച്ചു പിടിക്കാം എന്നാണ് NDAയുടെ ആത്മവിശ്വാസം, അല്ലേ? അല്ല, എണ്ണയിട്ട യന്ത്രം പോലെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ ഇതിങ്ങനെ പ്രകാശിച്ചു കൊണ്ട് വരുന്നത്. ആ പ്രകാശം വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമം നേരത്തെ തന്നെ അത് തുടങ്ങില്ല. അത് സംഘത്തിൻ്റെ ദൗത്യമാണ്. ആ ദൗത്യം കൃത്യമായി നടക്കുന്നു. അതിൻ്റെ പിന്നിൽ തന്നെയല്ലേ ആളുകൾ അണിനിരക്കുന്നത്. അത് തന്നെയാണല്ലോ നമ്മുടെ വിജയ രഹസ്യം. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ നേമത്ത് LDFൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥികൾ ആരാണെന്ന് അറിയണം. ഇനി രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമോ? അങ്ങ് പറഞ്ഞതുപോലെ അതും ഒരു ചോദ്യമാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നേമം നമുക്ക് വീണ്ടും ചർച്ചകളിലേക്ക് കടന്നു വരും. എന്തായാലും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. കേവലം ഏതാണ്ട് ഇനിയിപ്പോൾ ഒരു 90 ദിവസം തികച്ചുണ്ടാകുമോ എന്ന് പോലും സംശയമുണ്ട്. 100 ദിവസങ്ങൾക്ക് താഴെ എന്ന് നമുക്ക് കൂട്ടാം. വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. നേമം എന്താണ് നേമത്ത് കരുതി വച്ചിരിക്കുന്നത്? നേമത്തിൻ്റെ ഹൃദയം ആർക്കൊപ്പമാണ്? ഈ പറഞ്ഞതുപോലെ പൂട്ടിച്ച അക്കൗണ്ട് വീണ്ടും തുറന്ന് നിയമസഭയിൽ ഒരിക്കൽ കൂടി നേമത്തെന്ന് താമരയുടെ സാന്നിധ്യം ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യവും കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്കതിന് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം.